ഈ കഥയുമായി ബന്ധപ്പെട്ട് നടൻ ശ്രീ മോഹൻലാലിനോട് നറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന അറിവ് ഡയറക്ടർ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഇതിന് ക്ലാരിറ്റി നൽകേണ്ടത് ആരാണ്? ഇതിന് ക്ലാരിറ്റി നൽകേണ്ടത് സംവിധായകനാണ്. അതേപോലെ തന്നെ പ്രിവ്യൂ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രിവ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ഇന്ന് അതിന്റെ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂരിനോട് ചോദിക്കുമ്പോൾ പ്രിവ്യൂമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി പറയുന്നില്ല. അദ്ദേഹം പ്രിവ്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് പ്രിവ്യൂ ഉണ്ടായിട്ടില്ല എന്നാണ്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് നടന്നു, ആരെയൊക്കെ വിളിച്ചു, ഏത് തിയേറ്ററിൽ വെച്ച് നടന്നു എന്ന് അദ്ദേഹം പറയാനുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിർമ്മാതാവിനേക്കാൾ അതിലെ നായക നടനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഒരു കാര്യത്തിൽ പ്രദർശിപ്പിക്കേണ്ടത് അതിന്റെ സംവിധായകനാണ്. എമ്പുരാൻ എന്ന സിനിമ സംഘപരിവാറുകാരെ കാര്യമായിട്ട് തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വന്ന വിഷമം ഏറ്റവും കൂടുതൽ അതിന്റെ ആഴത്തിൽ അവർക്ക് ഫീൽ ചെയ്തത് മോഹൻലാൽ ആ ഒരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടാണ്. മോഹൻലാലിനെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സംഖ്യവൽക്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ കാലം വരെ. അദ്ദേഹത്തിന് ചെറിയൊരു ആശ്വാസം കിട്ടിയത് ഈ ഒരു സിനിമയിലെ ഒരു കഥാപാത്രം കൊണ്ടാണ്. അതേപോലെ തന്നെ മുരളി ഗോപിക്കും തെല്ലൊരു ആശ്വാസം കിട്ടിയത് ഈ ഒരു സിനിമ കൊണ്ടാണ്. അപ്പോൾ മോഹൻലാൽ അങ്ങനെ ചെയ്യുമോ? മോഹൻലാൽ അറിയാതായിരിക്കും അങ്ങനെ ചെയ്തത്. അറിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള സംഘവിശ്വാസങ്ങളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വലിയ ചർച്ചയുണ്ടായിരുന്നത്. മേജർ രവി ഉറപ്പായിട്ടും പറയുകയാണ് ലാൽ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല, മോഹൻലാൽ അങ്ങനെ ഒരു സിനിമ പ്രിവ്യൂ കാണുന്ന ഒരു ശീലമില്ല, അദ്ദേഹം അറിഞ്ഞായിരുന്നുണ്ടെങ്കിൽ അഭിനയിക്കത്തില്ല. ഇങ്ങനെയുള്ള കുറേയധികം സംഘവിശ്വാസങ്ങളെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വലിയ ചാനൽ പ്രകടനങ്ങളൊക്കെ. എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ഒരു സിനിമ വന്നു, ആ ഒരു സിനിമ ഒത്തിരിയധികം ആളുകൾ കണ്ടു, ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ വന്നു. മറന്നുപോയ അല്ലെങ്കിൽ ഒരു ജനറേഷൻ അറിയാത്ത ചില കാര്യങ്ങളെ കൂടുതലായിട്ട് അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. എന്തൊക്കെയാണെങ്കിലും അതിന്റെ സംവിധായകൻ, നിർമ്മാതാക്കൾ, മുഖ്യ അഭിനേതാവ്, അങ്ങനെയുള്ള ആളുകളൊക്കെ അതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. ഇന്ത്യയുടെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തേക്ക് സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്. സിനിമയ്ക്ക് ശേഷമുള്ള പല വാർത്തകളും തുറന്നു കാണിക്കുന്നുണ്ട്.